പിതാവിൻ്റെ വചനം ഞാൻ അവൻ്റെ അടുത്തേക്ക് വരികയും അവൻ്റെ ഉള്ളിൽ വസിക്കുകയും എന്നോടുകൂടെ പിതാവും പരിശുദ്ധാത്മാവും അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വിശ്വവിശ്വം പുറപ്പെടുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. എല്ലാ നാമം നിന്റെ നാമം പാടിയിടുന്ന സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ മുട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്ന ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ നാമം നിന്റെ നാമം പാടിയിടുന്ന
സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാം ഒട്ടും നിന്റെ മുൻപിൽ മടങ്ങിടുന്ന ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരും നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരും നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10 മുതലുള്ള വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ സഹായത്തിന് രക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ അനേക വർഷങ്ങളായി ഇന്നും ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും അനുഭവിക്കുവാനും പറ്റാത്ത ഇരുട്ടിൻ്റെ അനേക മേഖലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, കഴിഞ്ഞു പോയ തലമുറകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുവിൻ. കാരണം കർത്താവിൽ ആശ്രയിച്ചിട്ട് ഇന്നുവരെയും ഒരുവന്റെ പ്രത്യാശയും വൃഥാവിലായി പോയിട്ടില്ല. ഹല്ലേലൂയ. ഇത് നമ്മൾ അനേക നാളുകൾ, ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ തലങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടുന്നത് പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ്, അവിടുത്തെ കൃപാവരങ്ങൾ, അവിടുത്തെ അനുഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ അറിയാതെ എന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പ്രഭാഷകൻ 2:9 വചനം പറയുന്നു, കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് വചനം പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്ന അവിടുത്തെ ഭക്തരെ നിങ്ങൾക്കൊരിക്കലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആരെ കർത്താവിൽ ആശ്രയിക്കുന്നുവോ, ആരെ കർത്താവിൽ ശരണം പ്രാപിക്കുന്നുവോ, ദൈവം തൻ്റെ സകല നന്മകളും സകല അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വിശ്വാസമില്ലെങ്കിൽ പോലും അറിവിൻ്റെ തലത്തിൽ, ബോധ്യത്തിൻ്റെ തലത്തിൽ നമുക്കറിയാം, ദൈവത്തിൽ ആശ്രയിച്ചാൽ അതൊരിക്കലും വൃഥ ആയി പോവുകയില്ല. എന്തുകൊണ്ടാണ് നമ്മളിൽ പലർക്കും നമ്മുടെ ജീവിതത്തിൽ അനേകം മണിക്കൂറുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ പറ്റാത്തത്? എവിടെയാണ് നമ്മളിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ആ ശക്തി എവിടെയാണ് ചോർന്നു പോകുന്നത്? ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ പിശാച് ചില വിള്ളലുകൾ സ്ഥാപിച്ചുകൊണ്ട്, ചില വഴികൾ ഒരുക്കിക്കൊണ്ട്, ചില വ്യക്തിബന്ധങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില സ്ഥാപിത താല്പര്യങ്ങളിലൂടെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുക്കിക്കളയുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വചനം, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. യാക്കോബ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ പൂർണ്ണനാകുന്നത്, അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാകുന്നത് അവൻ സംസാരത്തിൽ തെറ്റുവരുത്താതെ ജീവിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും പല വിധത്തിൽ നമ്മുടെ നാവ് കൊണ്ട് ഒരു ദിവസം പലതവണ, അനേക തവണ തെറ്റ് ചെയ്തു പോവുകയാണ്. അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഒരു വിശ്വാസി പറയുന്ന, ഒരു ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ പറയുന്ന
ഒറ്റ വാക്കിലൂടെ പിശാച് ദൈവവുമായിട്ടുള്ള പരിശുദ്ധമായ ബന്ധത്തെ വിച്ഛേദിച്ച് തമ്പുരാൻ നൽകാൻ പോകുന്ന അല്ലെങ്കിൽ നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും സംസാരം എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം പാപം ചെയ്യിപ്പിക്കുന്നതും എന്നാൽ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടുന്നതും ഏറ്റവും കുറവ് രോഗബാധിതമാകുന്നതുമായ ഒരവയവമാണ് നാവ്. ഈ നാവാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതും. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയാണ്. വ്യക്തികളോടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരാളെ കാണുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, മനസ്സുകൊണ്ട് നമുക്ക് താല്പര്യമുണ്ടാകുന്നു, അവിടെ ഒരു വ്യക്തിബന്ധം ആരംഭിക്കുകയാണ്. ദൈവവുമായിട്ടും അങ്ങനെ തന്നെയാണ്. ദൈവത്തോട് സംസാരിക്കുവാൻ നാം ഉപയോഗിക്കുന്ന നാവ് കൊണ്ട് തന്നെയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതും. ഹല്ലേലൂയ. ഹൃദയത്തിലാണ് വിശ്വാസം, എന്നാൽ വാക്കുകളും ചിന്തകളും ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും പറയും ദൈവം എൻ്റെ ഹൃദയത്തിലാണ്, എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എൻ്റെ ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിൽ നമുക്കുണ്ട് എന്ന് നാം അനുഭവിക്കുന്നതും ഹൃദയത്തിൽ നാം സ്ഥാനം കൊടുക്കുന്നതുമായ ദൈവവുമായി, കർത്താവുമായി, യേശുക്രിസ്തുവുമായി, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധത്തെ അതിനെ ഒരു മാംസം ധരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ അവയവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാലകമാണ് നാവ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം നാവ് കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, തമ്പുരാനോട് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഹൃദയം കൊണ്ട് പറയുന്നു, എന്നാലും നാം ദൈവത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്തു പോകുമ്പോൾ നാം അതുവരെയും പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളും നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. 1 കൊരിന്തോസ് 6-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങളിൽ പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശരീരത്തിനെതിരായി തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് അത് മാരകമായ ഒരു പാപമാണ്. അതേ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായിലൂടെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വ്യഭിചാരത്തെ വളരെയേറെ നികൃഷ്ടവും നിന്ദ്യവും നമ്മൾ ഒരിക്കലും ചിന്തിക്കാനോ കേൾക്കാനോ പോലും ആഗ്രഹമില്ലാത്തതൊരു പാപമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ നമ്മുടെ അതേ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവമായ നാവ് കൊണ്ട് നമ്മൾ അറിയാതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുകയാണ്. വചനം പറയുന്നു, നമ്മളെല്ലാം പല വിധത്തിൽ തെറ്റ് ചെയ്യുകയാണ്, എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. പറയുകയാണ്, നാവിനെ നിയന്ത്രിക്കുന്നവന് തൻ്റെ ശരീരത്തെ മുഴുവനും, തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും, തൻ്റെ ശരീരത്തിൻ്റെ ഓരോ അധമ വാസനകളെയും നിയന്ത്രിക്കുവാൻ കഴിവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന പാപപ്രവൃത്തികൾ. പൗലോസ് ശ്ലീഹ കൊലോസ്സാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള വചനം, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടി ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ ബന്ധനം, പിശാച്, പാപം, തലമുറകൾ, അവരുടെ പാപങ്ങൾ, അവരുടെ ബന്ധനങ്ങൾ, എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റുന്നില്ല, വലിയ കെട്ടുകളാണ്, ബന്ധനങ്ങളാണ്, വലിയ ഭാരമാണ് എന്നൊക്കെ നമ്മൾ പറയാം. വലിയ പാപത്തിൻ്റെ ആധിപത്യമാണ്, പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥതകളാണ്, അരാജകത്വമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, പിശാചിൻ്റെ സകല ശക്തികളെയും ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ മേൽ അധികാരം ചെലുത്തി അവൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന പിശാചിന്റെ സകല ശക്തി സങ്കേതങ്ങളെയും നസ്രായനായ യേശു കുരിശുമരണത്തിലൂടെ അതിനെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് അതിനെ എല്ലാം അവഹേളന പാത്രമാക്കി അത് സകലത്തിൻ്റെ മേൽ, സകല പിശാചിന്റെ ശക്തികളുടെ മേൽ വിജയം വരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതേ കർത്താവിനെ വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള, എൻ്റെയും നിങ്ങളുടെയും തലമുറകളിലുള്ള, എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലുള്ള, വ്യക്തിബന്ധങ്ങളിലുള്ള, ജീവിത മേഖലകളിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മേല് നസ്രായനായ യേശു ക്രിസ്തുവിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്, വിജയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹിക്കപ്പെടാതെ വീണ്ടും വീണ്ടും അധോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണമേ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പിശാചുമായിട്ട് സഖ്യം ചെയ്യുമ്പോൾ, എൻ്റെ നാവ് കൊണ്ട് ദൈവത്തിന് മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പിശാചിൻ്റെ അടിമയായി അധപതിച്ചു പോവുകയാണ്. അവിടെ നമ്മൾ തെറ്റ് തിരുത്തണം പ്രിയപ്പെട്ടവരെ. നാവ് കൊണ്ട് തിന്മ സംസാരിക്കരുത്. നമ്മൾ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, കർത്താവ് കുരിശിൽ മരിച്ചു, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എന്നിട്ടും ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല. അനുഗ്രഹിക്കപ്പെടുന്നില്ലയോ? തെറ്റ് തിരുത്തുക. നാവ് കൊണ്ട് ഒരു ദിവസം പലതവണ തെറ്റ് ചെയ്യാതിരിക്കുക. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തിമോത്തി 6:20 മുതലുള്ള വചനം. അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരം ഏൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയാണോ? നീ വചനം സ്വീകരിച്ച വ്യക്തിയാണോ? നീ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട്, തിന്മ സംസാരിക്കുന്നതിൽ നിന്ന്, വ്യർത്ഥ ഭാഷണം നടത്തുന്നതിൽ നിന്ന് നിന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, വളരെ ഗൗരവമുള്ളതാണ്. ഒരു വ്യക്തി നിന്നോട് തിന്മ സംസാരിക്കാൻ വരുമ്പോൾ, കുറ്റം പറയുവാൻ വരുമ്പോൾ, മറ്റുള്ളവരുടെ കുറവുകൾ പറയുവാൻ വരുമ്പോൾ, മറ്റുള്ളവർക്കെതിരെ നിന്റെ ഹൃദയത്തിൽ ചിന്തകൾ വരുമ്പോൾ, മറ്റുള്ള വ്യക്തികൾക്കെതിരെ നിനക്ക് തിന്മ സംസാരിക്കുവാൻ തോന്നുമ്പോൾ, നീ നിന്റെ നാവിനെയും അതിരത്തെയും നിയന്ത്രിക്കുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളണമേ, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തത് നിമിത്തം അനേകർ വിശ്വാസത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു വീണു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദര സഹോദരി, നാവിന് അതിരത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് നമ്മളെ ശക്തരാക്കി, നമ്മളായിരിക്കുന്ന ബന്ധനത്തിൽ നമ്മളെ വിടുവിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ ജീവിത മേഖലകളിൽ അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ വരുന്നു. ദൈവം ഇന്നിവിടെ കടന്നു വന്നപ്പോൾ ഒരു 100 അനുഗ്രഹം എനിക്ക് നൽകി. ഞാൻ ലോകത്തിലേക്ക് പോയി ആ 100 നഷ്ടപ്പെടുത്തി 1000 കടക്കാരനായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ, അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശീലമാണ് എങ്കിൽ എന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് തിരിച്ചറിയാം, എനിക്ക് ദൈവത്തിൻ്റെ മകനായി ജീവിക്കണം. ഹല്ലേലൂയ. എനിക്ക് വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധയായ ഒരു മകളായിട്ട് ജീവിക്കണം. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഇനിമേൽ പാപം ചെയ്യുകയില്ല. നീ നാവ് കൊണ്ട് പാപം ചെയ്ത് വീഴുന്നുണ്ടോ? എല്ലാ നന്മകളും നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. 2 തിമോത്തി 1:14 നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. യേശുവിൻ്റെ ആത്മാവിനെ, പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് നമ്മളുടെ തന്നെ അഭിഷേകത്തെ, നമ്മളിലുള്ള ദൈവിക ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഓരോ ദൈവ പൈതലിനും, ഓരോ ദൈവ മകനും ദൈവ മകൾക്കുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള, നമ്മളിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തെ, ദൈവിക ചൈതന്യത്തെ, തമ്പുരാൻ നമുക്ക് നൽകുന്ന വിശ്വാസത്തെ, ദൈവം നമുക്ക് നൽകുന്ന സ്വർഗരാജ്യ രഹസ്യങ്ങളെ, വചനത്തിലൂടെ ലഭിക്കുന്ന ബോധ്യങ്ങളെയൊക്കെ നാം കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങും. വചനം പറയുകയാണ് 2 തിമോത്തി 1:6 എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്തെന്നാൽ
ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഇവിടെ തിരിച്ചറിയണമേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന പരിശുദ്ധാത്മ ചൈതന്യം നാം പറയുന്ന വാക്കുകളിലൂടെ പിശാച് നമ്മളെ കൊള്ളയടിക്കുകയാണ്. നമ്മൾ ഒരു വർഷം മുഴുവനും പ്രാർത്ഥിച്ചു, വിശുദ്ധമായി ജീവിച്ചു. ഒരു വർഷം കഴിഞ്ഞ് നാം പറയുന്ന ഒരൊറ്റ തിന്മയുടെ വാക്ക് മതി ആ വർഷങ്ങളിലെല്ലാം നമ്മൾ നേടിയെടുത്ത എല്ലാ കൃപാവരത്തെയും സകല പുണ്യങ്ങളെയും സകല നന്മകളെയും നഷ്ടപ്പെടുത്തുവാൻ ആ ഒരൊറ്റ വാക്ക്, ഒരൊറ്റ നിമിഷം മാത്രം മതിയെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. എന്നാൽ നാം പരിശുദ്ധാത്മാവിനെ സംരക്ഷിക്കുന്നവരായി മാറുമ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കുന്നു. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ ജഡത്തെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ ശക്തമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഇരുകരങ്ങളെ നമുക്ക് തുറന്നു പിടിക്കാം. നമ്മുടെ ബലഹീനത നമുക്ക് കർത്താവിനോട് പറയാം. നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ട് കാണുന്നൊരു പ്രവൃത്തിയാണ് നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. പക്ഷെ നമ്മൾ എന്ത് സംസാരിക്കുന്നുവോ ദൈവം അതിനനുസരിച്ചാണ് നമ്മളെ അളക്കുന്നത്. നാം തിന്മ സംസാരിച്ചാൽ ദൈവം നമ്മൾ ഒരിക്കലും അനുഗ്രഹിക്കുകയില്ല. നാം കുറ്റം പറയുന്നവരായി മാറിയാൽ, നാം കേട്ടത് പറയുന്നവരായി മാറിയാൽ പരിശുദ്ധാത്മാവിനോ ദൈവാനുഗ്രഹങ്ങൾക്കോ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു യോഗ്യതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണം, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം വേണം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ വരണം. ഓ എൻ്റെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് എനിക്ക് നൽകുന്നത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും അങ്ങയെ സാക്ഷിക്കുവാനാണല്ലോ. എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു സാക്ഷ്യമായി മാറണം. എൻ്റെ അയൽപക്കക്കാരുടെ മുമ്പിൽ, എൻ്റെ സ്നേഹിതരുടെ മുൻപിൽ എനിക്കൊരു സാക്ഷ്യമായി മാറണം കർത്താവേ. അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ നാവിന് കഴിയണം കർത്താവേ. ഇന്നലെ വരെയും ഞാൻ പരദൂഷണം പറയുന്ന, നുണ പറയുന്ന, കുറ്റം പറയുന്ന ഒരു വ്യക്തിയായിരുന്നോ? എന്നാൽ നാളെ മുതൽ എൻ്റെ കർത്താവിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ മാത്രമല്ല അനേകരെ എൻ്റെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും കണ്ടുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് ഒരു നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന പാപത്തെ, നമ്മുടെ അതിരത്തിലുള്ള പാപത്തെ കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നാവിൻ്റെ ദുഷ്ടത, ഹൃദയത്തിൻ്റെ ദുഷ്ടത, വൻപ് പറയുന്ന നാവ്, പൊങ്ങച്ചം പറയുന്ന നാവ്, ദൂഷണം പറയുന്ന നാവ്, നുണ പറയുന്ന നാവ്, തിന്മ പറയുന്ന നാവ്, ചതിക്കുന്ന, വഞ്ചിക്കുന്ന, കാപട്യം പറയുന്ന, അപഖ്യാതി പറയുന്ന, അപമാനിക്കുന്ന, നാവ് കൊണ്ട് മുറിപ്പെടുത്തുന്ന, നാവ് കൊണ്ട് കൊല്ലുന്ന സകല ദുഷ്ടശക്തികളും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ വിട്ടു മാറട്ടെ, ഈ സമൂഹത്തെ വിട്ടു മാറട്ടെ. നാവിൻ്റെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ, ഹൃദയത്തിലെ വഞ്ചന വിട്ടു മാറട്ടെ, അതിരത്തിന്റെ ചുവട്ടിലുള്ള സർപ്പവിഷം വിട്ടു മാറട്ടെ, അണലി വിഷം വിട്ടു മാറട്ടെ, എല്ലാത്തിനെയും വിട്ടു മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഹൃദയത്തിൽ കുടികൊള്ളുന്ന, നാവിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ, പിശാചിൻ്റെ, ലോകത്തിൻ്റെ സകല ശക്തികളും ഇപ്പോൾ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ട അധികാര വിശ്വം പറഞ്ഞു, ഇതാ പാമ്പുകളെയും തേളുകളെയും നിങ്ങൾ ഭയപ്പെടേണ്ട, പാമ്പുകളുടെയും തേളുകളുടെയും മേലെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ അധികാരവും തന്നിരിക്കുന്നു, നിങ്ങൾ ഒന്നും ഉപദ്രവിക്കുകയില്ല. കർത്താവേ, എൻ്റെ മേൽ ഭരണം നടത്തിയ എൻ്റെ വ്യക്തിപരമായ പാപങ്ങളെല്ലാം ഇതാ കർത്താവെ ഞാനിപ്പോൾ എൻ്റെ കാൽക്കീഴിലേക്ക് ഇട്ടുതരുന്നു. ആ പാപത്തിൽ അവസരം കണ്ടെത്തി കടന്നു വന്ന സകല പാമ്പുകളെയും തേളുകളെയും പിഴുതെറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാൽക്കീഴിലാക്കുന്നു. ദൈവമേ, എൻ്റെ തലമുറ ചെയ്തു പോയ പാപത്തിൻ്റെ സ്വാധീനത്തിലൂടെ എന്നെ ഭയപ്പെടുത്തി, എന്നെ അടിമപ്പെടുത്തി, എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തി, വിശ്വാസം നഷ്ടപ്പെടുത്തി, എന്നെ ദുഃഖിതനും നിരാശപ്പെടുന്നവനും ഭീരുവാക്കി മാറ്റിയ സകല ദുരാത്മാക്കൾ വിട്ടു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വിട്ടു മാറട്ടെ, വിട്ടുപോ യേശുവിൻ്റെ നാമത്തിൽ.
ഹൃദയവും ശരീരവും മനസ്സും ആത്മാവും സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ I command you spirits of darkness to come out and to surrender at the name of Jesus Christ of Nazareth. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. I command you to come out. വിട്ടുപോ യേശുവിന്റെ നാമത്തിൽ. സകല മുട്ടും മടങ്ങും യേശുവിന്റെ നാമത്തിൽ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരവും ശക്തിയുള്ള ഒരേ ഒരു യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. സകല പാമ്പുകളും തേളുകളും കീഴടങ്ങട്ടെ, വിട്ടുമാറട്ടെ. കാലുവരി ക്രൂശില് ജീവൻ അർപ്പിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചതിലൂടെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നശിപ്പിച്ചവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി അടിമകളെ സ്വതന്ത്രമാക്കിയ, അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടവരായ അടിമകളായ എൻ്റെ പിതാക്കന്മാരോട്, സകല ആത്മാക്കളോട് കരുണ കാണിക്കണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അവരുടെ പാപങ്ങൾ പൊറുക്കണമേ, അവരെ വീണ്ടെടുക്കണമേ. യേശുവിൻ്റെ രക്തമേ അവരെ വീണ്ടെടുക്കണമേ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പാപക്ഷമ കൊടുക്കണമേ, അവർക്ക് പാപക്ഷമ കൊടുക്കണമേ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എൻ്റെ പിതാക്കന്മാർ സ്വതന്ത്രരാകട്ടെ, എല്ലാ ആത്മാക്കളും സ്വതന്ത്രരാകട്ടെ, അടിമകളും സ്വതന്ത്രരാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തലമുറകളും സ്വതന്ത്രരാകട്ടെ, എൻ്റെ പിതാക്കന്മാർ സ്വതന്ത്രരാകട്ടെ. സാത്താൻ വിട്ടു മാറട്ടെ, സാത്താൻ വിട്ടു മാറട്ടെ. അടിമകൾ സ്വതന്ത്രരാകട്ടെ, അടിമകൾ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു, എല്ലാ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു, എല്ലാ സർപ്പങ്ങളെ ബന്ധിക്കുന്നു, സകല പാമ്പുകളെ ബന്ധിക്കുന്നു, തേലുള്ള ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന, ഞങ്ങൾക്ക് രോഗങ്ങൾ തരുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. ഞങ്ങളെ കൊണ്ട് പാപം ജയിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ കീഴടങ്ങട്ടെ. മദ്യപാനത്തിന്റെ, വ്യഭിചാരത്തിന്റെ, എല്ലാ പാപത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. വെറുപ്പിന്റെ, കോപത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാം വിട്ടു മാറട്ടെ. ദൈവനിഷേധ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു, നിരാശയുടെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു, ഭയത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു, അവിശ്വാസമുള്ള ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടു മാറ്, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൈകൾ അടിച്ചു ശ്രദ്ധിക്കാം, കൈകൾ കൊണ്ടുകൊണ്ട് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ബന്ധനം അഴിയട്ടെ. Be free, be free, be free. സ്തോത്രം. ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ.